തളിപ്പറമ്പ് കൂവേരിയിൽ ബൈക്കിലെത്തിയ മോഷണ സംഘം ഭണ്ഡാരത്തിനൊപ്പം കവർന്നത് ഷാപ്പിലെ കള്ളും കടയിലെ ബിസ്ക്കറ്റും സിഗരറ്റും ഉൾപ്പെടെ. അതേസമയം വ്യാപക മോഷണം നടന്നതിന്റെ ഭീതിയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം ഈ ചപ്പാരപ്പടവ് കൂവേരി മേഖലകളിൽ വ്യാപകമായ മോഷണം നടന്നു. കൂടുതലും ഈ ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളാണ് ഈ മോഷണ സംഘം കവർച്ച ചെയ്യപ്പെട്ടത്. തൊട്ടടുത്ത വള്ളിക്കടവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ തൊട്ട് സമീപത്തായുള്ള CCTV ദൃശ്യങ്ങളിൽ 3 പേർ എത്തുന്നതും ഈ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് അതിലെ പണവുമായി മടങ്ങുന്നതിൻ്റെയും അടക്കം ദൃശ്യങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൗതുകം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൂവേരി രാമപുരത്തെ ഒരു കള്ളുഷാപ്പിലാണ്. ഈ മോഷണ സംഘം ഇവിടെ എത്തി പൂട്ടുപൊളിച്ച് അകത്തു കടക്കുന്നു. തുടർന്ന് ഇതിനുള്ളിലുണ്ടായിരുന്ന കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന 6 ലിറ്റർ കള്ളും എടുത്തു കുടിച്ച മുട്ട ഓംപ്ലേറ്റ് അടിച്ച് കഴിച്ചാണ് മടങ്ങിയതെന്നാണ് ഈ കള്ളുഷാപ്പിൻ്റെ ഉടമ പറയുന്നത്. ഇവിടെ ഷാപ്പ് കയറി നോക്കുമ്പോൾ ഇവിടെ ഒരു 6 ലിറ്ററോളം കള്ള് കുപ്പിയിൽ നിറച്ച് വെച്ച കള്ളുണ്ടായിരുന്നു. ആ കള്ള് പൂർണ്ണമായിട്ടും എടുത്ത് കുടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുറകിൽ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു. ആ മുട്ട എടുത്തവർ ആംപ്ലേറ്റ് അടിച്ച് കഴിച്ച് വെള്ളം കുടിച്ചിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. കൂവേരി കാട്ടാമ്പള്ളിയിലെ കടയിൽ കയറിയ ശേഷം ഷെൽട്ടറിന്റെ പൂട്ട് തകർത്ത് സിഗരറ്റും ഭക്ഷണ സാധനങ്ങളും കവർന്നുവെന്നും മോഷണം നടന്നതിനാൽ ഭീതിയിലാണെന്നും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും പ്രദേശവാസി. അപ്പോൾ ഇത് നാട്ടുകാരെല്ലാം വലിയ എന്താ പറയുന്നത്, ഒരു പേടിയിലായിട്ടാണ് ഉള്ളത്. കാരണം എന്താ സംഭവിക്കുന്ന ആർക്കും പറയുകയില്ല. ഇന്നിപ്പോൾ സ്വർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ കൊച്ചി കയറുന്ന അവസ്ഥയിൽ വീട്ടിൽ തന്നെ കിടന്നിറങ്ങാൻ പേടിയായിരുന്ന അവസ്ഥ വരും. ഇങ്ങനെ എവിടുന്ന കള്ളന്മാർ ഇറങ്ങുന്നുണ്ട്. അത് എവിടുന്നായാലും അധികൃതർ കൃത്യമായിട്ടൊന്ന് അതിനെ പറ്റിയിട്ട് ഒരു പോലീസിൻ്റെ എന്തെങ്കിലും ഒരു പെട്രോളിങ് കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ വേണം. നമുക്കൊരു ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു സംവിധാനം നാട്ടിൽ എത്തണമെന്നാണ് പറയുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതികളെ കണ്ടെത്താനായി തളിപ്പറമ്പ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കൂവേരിയിൽ നിന്നും അമൽ രാമചന്ദ്രൻ, കണ്ണൂർ.